നിങ്ങൾ കണ്ടില്ല, എനിക്ക് എല്ലാവരും നേരിട്ട് അറിയാം. എനിക്ക് മിക്കവരുടെ പേരെടുത്ത് വിളിച്ച് പറയാൻ അറിയാം. ഇത്ര ബന്ധമാണ്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിവിടെ എല്ലാ പ്രാവശ്യവും വരുന്നതാണ്, അത് വരണമെന്ന്. അപ്പം ഞാൻ എല്ലായിടത്തും പര്യടനമൊക്കെ പൂർത്തിയാക്കി കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഇടുക്കിയും കോട്ടയമൊക്കെ പൂർത്തിയാക്കി ഇന്ന് വെളുപ്പിനാണ് എത്തിയത്. അപ്പോൾ ഇന്നാണ് ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത് ഇന്നാണ് ആദ്യമായിട്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ മത്സരത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു ചിരി ചിരിച്ചത് ഇന്നലെ വലിയ വൈറലായിരുന്നു. അത് അദ്ദേഹത്തിന് ചിരിക്കാമല്ലോ. അദ്ദേഹത്തിന് ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കാരണം വോട്ട് എണ്ണുന്നവരെ ചിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ 100 സീറ്റുകൾ എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഇപ്പോഴും തന്നെയുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഞാൻ സംസ്ഥാനം മുഴുവൻ ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 4 റൗണ്ട് പൂർത്തിയാക്കിയ ആളാണ്. സംസ്ഥാനം മുഴുവൻ എല്ലാ ജില്ലകളിലും ഏകദേശം എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പോയി പൂർത്തിയാക്കിയ ആളാണ്. അതിശക്തമായ UDF തരംഗമാണ് കേരളത്തിലെല്ലായിടത്തും. ഇത് സർവേ നടത്തുന്നവർ കാണാതെ പോകുന്നതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം. ജനങ്ങളുടെ ഒരു സർവേ ഉണ്ട്. ആ സർവേ 4-ാം തീയതി പുറത്തു വരും. അപ്പം 100-ലധികം സീറ്റുമായി UDF ജയിച്ചിരിക്കും. ഈ അനുകൂല സാഹചര്യത്തിന് ഘടകമായി വർത്തിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ മടുപ്പാണ് ഈ സർക്കാരിനോട്, ദേഷ്യമാണ് സർക്കാരിനോട്, വെറുപ്പാണ് സർക്കാരിനോട്. ഇവർ താഴെ ഇറങ്ങണം എന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു. 1. 2, തിരിച്ച് UDF വന്നാൽ നല്ല മാറ്റമുണ്ടാകും എന്ന് ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വരുന്നത്. ഇവർ പരാജയപ്പെട്ട സ്ഥലത്തെല്ലാം ഞങ്ങൾ മാറ്റം ഉണ്ടാക്കും. പിന്നെ ഒരു കാലത്തും ചെയ്യാത്ത തയ്യാറെടുപ്പോടുകൂടിയാണ് ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു പാർട്ടിയെ പോലെയാണ് UDF നിൽക്കുന്നത്. ഒരു പാർട്ടിയെ പോലെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു, കുറേ വാർത്തകൾ വന്നു, കുറേ നറേറ്റീവ് ഉണ്ടാക്കി. അവസാനം എന്തായി? എവിടെയാണ് പ്രശ്നം? ഇപ്പോൾ എവിടെയാണ് റിബലുകൾ മത്സരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി സീനിയറായിട്ടുള്ള CPM നേതാക്കന്മാർ സംസാരിക്കല്ലേ അല്ലേ? അപ്പം എവിടെയാണ് അവസാനം തീരുമ്പോൾ എവിടെയാണ് കുഴപ്പം? കോൺഗ്രസ്സിൽ ഭയങ്കര കുഴപ്പമാണ് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? അവസാനം കുഴപ്പം എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അല്ല, ഇവിടെ കുഴപ്പമില്ല. ഞാനിപ്പോൾ എല്ലാ പര്യടനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വോട്ട് പിടിക്കാൻ ഇവിടെ ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് പറവൂർ മാർക്കറ്റാണ്. എനിക്ക് എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമുള്ള സ്ഥലമാണ്. എൻ്റെ ഏറ്റവും അടുത്ത ആളുകളുള്ള സ്ഥലമാണ്. എന്നാലും അവരെ കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും. അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതൊക്കെ അല്ല, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുമായിരുന്നു. ഇത്രയും പോയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എനിക്ക് എൻ്റെ വീട് പോലെയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും ശക്തമായ കോൺഗ്രസ് UDF സംവിധാനമുള്ള നിയോജകമണ്ഡലമാണിത്. എന്നോട് അവർ നോമിനേഷൻ കൊടുത്തിട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം അവർ ചെയ്തു. എൻ്റെ പേര് ഡൽഹിയിൽ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ ഇവിടെ മതിലെഴുതി കഴിഞ്ഞു, ഇവിടെ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അത്രയും ഏറ്റവും മിടുമിടുക്കരായിട്ടുള്ള പ്രവർത്തകരുള്ള മഹിളാ പ്രവർത്തകരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും സീനിയറായിട്ടുള്ള ആളുകളും എല്ലാവരും കൂടി ഒരൊറ്റ ടീമായിട്ട് ഇവിടെ അങ്ങ് ഇറങ്ങും. ഞങ്ങൾ ഒരു വീടാണ്. അല്ലാതെ അവർ തീരുമാനിക്കട്ടെ. ഞാനിവിടുത്തെ കാര്യം പറയാറില്ല. എല്ലാ പ്രാവശ്യവും എല്ലാ പ്രതിസന്ധിയിലും സംസ്ഥാനത്ത് വലിയ LDF തരംഗം ഉണ്ടായ സമയത്ത് പോലും എനിക്ക് അവർ ഭൂരിപക്ഷം കൂട്ടി തന്നിട്ടുണ്ട്. 2006 എറണാകുളം റൂറലിലെ 10 സീറ്റിൽ 9 സീറ്റും പരാജയപ്പെട്ടപ്പോൾ ഞാൻ മാത്രമാണ് എറണാകുളം റൂറലിൽ നിന്ന് അന്ന് ജയിച്ചത്. ഞാൻ 2ാമത് മത്സരിക്കുകയാണ്. കടുത്ത മത്സരമായിരുന്നു. അന്ന് എനിക്ക് വോട്ട് കൂട്ടി തന്നാണ് എന്നെ വിജയിപ്പിച്ചത്. അല്ല, ആരും സുരക്ഷിതരല്ലല്ലോ. ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണം. ഞാനൊരു എതിരാളിയെ നിസ്സാരരായി കാണുന്ന ആളല്ല. എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഞാൻ ആ എതിരാളിയെ ശക്തനായിട്ട് കാണുള്ളൂ. ഇപ്പോഴും എതിരാളിയെ ഒരു എതിരാളി നിസ്സാരക്കാരല്ല. എനിക്കെതിരെ എത്ര പ്രഗത്ഭരായ ആളുകൾ മത്സരിച്ചു, അവരൊക്കെ നിസ്സാരക്കാരാണോ? എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയും നിസ്സാരക്കാരല്ല. അവർക്കെല്ലാം അവരുടേതായ സ്വാധീനവും അവരുടേതായ ബന്ധവും. 10 വർഷം MLA ആയിരുന്ന ഒരാളാണ് എനിക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ നിസ്സാരക്കാരനാവുന്നത്? സാധാരണ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA ആയ VD സതീശനാണ്. ഇത്തവണ പ്രതിപക്ഷ നേതാവാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളാണ്. ആ സമയത്ത് സമ്മർദ്ദമുണ്ട്. ഞാനൊന്നും അല്ലെങ്കിലും എത്ര വലിയ ആളല്ലെങ്കിലും ഇവർക്ക് ഞാൻ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത്. കുടുംബത്തിലെ ഒരാൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അത് സന്തോഷിക്കില്ല വീട്ടിലെല്ലാവരും. നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ പോലും വീട്ടിലെല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. അതുപോലെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉയർച്ചകളിലും എൻ്റെ വീട്ടുകാരേക്കാൾ സന്തോഷിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ. ഇപ്പോൾ എനിക്കെതിരായിട്ട് പ്രചരണം നടത്തുന്നവർ പോലും മനസ്സുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഉയർച്ചയെ സന്തോഷിക്കുന്നവരാണ്.
കാരണം അവർ തന്നെ എന്നോട് പറയാറുണ്ട്, അവർ ഈ കഷ്ടപ്പെടുള്ള അവരുടെ കുടുംബത്തിലെ പലരും എനിക്കാണ് വോട്ട് ചെയ്യാറുള്ളത്. അത് വരട്ടെ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷൻ UDFന് ഉണ്ടാവുമല്ലോ, കോൺഗ്രസിന് ഉണ്ടാവുമല്ലോ. ഈ 100 സീറ്റ് എന്നുള്ള ആത്മവിശ്വാസം എപ്പോഴെങ്കിലും കുറഞ്ഞിരുന്നോ? എനിക്ക് ഒരു സമയത്തും കുറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇങ്ങനെ സർവേ ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ഇതിന് മുമ്പിലത്തെ സർവേ ഒക്കെ നോക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നിങ്ങൾ ഇതുപോലെ കുറേ പേര് സർവേ ഇറക്കി. അന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ തോറ്റുപോകുന്ന. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് സുധാകരേട്ടൻ തോറ്റുപോകുന്നതാണ്. സുധാകരേട്ടൻ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് VK ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകുന്നവർ. VK ശ്രീകണ്ഠൻ 85,000 വോട്ടിന് ജയിച്ചു പാർലമെൻറ്റിലിരിക്കുക. അപ്പോൾ കുറച്ച് പേരൊക്കെ ഏജൻസിയൊക്കെ വെച്ചാണ് സർവേ നടത്തിയത്. കുറച്ച് പേര് തന്നെ മുറിക്കാതിരുന്ന് തല്ലിക്കൂട്ടി. ഉറപ്പായിട്ട് പാലിക്കും. അദ്ദേഹത്തിന് അറിയാം ഞാൻ വാക്ക് പാലിക്കുന്ന ആളാണെന്ന്. ഏറ്റവും നന്നായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കെല്ലാം അറിയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കട്ടെ എന്നാ. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ അടുത്തെന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയാം, ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുത്തി ചോദിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഞാൻ പറയുന്നില്ല, എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അത് ശരിയാണോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. അദ്ദേഹം ഒന്നും പറയില്ല, എനിക്കതിൽ ഒരക്ഷരവും പറയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു ടെൻഷനുണ്ട്. എന്നോട് ചോദിച്ചു നേരിട്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കയറി പറയണമെന്ന് ചോദിച്ചു. നിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നോട് ചൂടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്നോട് ചൂടായി ഞാനിങ്ങനെ പറഞ്ഞതിന്. ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ എന്നോട് ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോവും UDF ജയിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ വല്ലതും മാറ്റി പറയണ്ട. അതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ എപ്പോഴും മാറ്റി പറയണം. ഞാൻ വല്ലതും പറയണ്ട. മുഖ്യമന്ത്രി എന്തൊക്കെ മാറ്റി പറഞ്ഞു? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് നുണ പറഞ്ഞു മുഖ്യമന്ത്രി. നുണ ഞാനിപ്പോൾ അങ്ങനെ യമണ്ടൻ നുണ എന്നൊക്കെ എന്നോട് പറയണത്. യമണ്ടൻ നുണ പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്യണതിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലേ, RSS ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാൻ ജോണി ലൂക്കോസുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാണിച്ചില്ല, അപ്പോൾ പറഞ്ഞത് RSSുമായിട്ട് പല കാലത്തും ബന്ധമുണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പച്ചക്കള്ളം ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. ഞങ്ങൾ പൊളിച്ചടിക്കില്ലേ? ആരുടെ ഡോക്യുമെൻ്റ് വെച്ചിട്ട്? തോമസ് ഐസക്കിൻ്റെ വൈറ്റ് പേപ്പർ, മുഖ്യമന്ത്രി ഒപ്പിട്ട ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ വെച്ചിട്ട് എന്തോരം നുണയാണ് ഈ മുഖ്യമന്ത്രി ഇപ്പോൾ പറയണം. KPCC പ്രസിഡന്റിൻ്റെ പേരിൽ എൻ്റെയും പേരുണ്ട്. എന്നോട് KPCC ഞാൻ കണ്ടില്ല, അത് പ്രസിഡന്റ് പറഞ്ഞു. അതായത് K സുധാകരൻ സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ കള്ളക്കത്ത് പ്രചരിപ്പിക്കുക. CPM എത്ര തരം താണിരിക്കും. ഈ നുണ ബോധപൂർവം അങ്ങ് നുണ പറയുകയാണ് എന്നുള്ളൊരു നറേറ്റീവ് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ആരാ നുണ പറയണമെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തല്ലോ. ഞാനിപ്പോൾ എത്ര നുണ മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ പൊളിച്ചു. മുഖ്യമന്ത്രി നുണ പറഞ്ഞാണെന്ന്. RSSുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നിങ്ങളുമായിട്ട് ഇൻ്റർവ്യൂവിൽ തന്നെ പൊളിച്ചു. 18 മാസം ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞു മുഖ്യമന്ത്രി. അത് തോമസ് ഐസക്കിൻ്റെ ഇദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കുന്ന ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ പുറത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തില്ലേ. പിന്നെ ഇദ്ദേഹം 2013 ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഗണേഷ് കുമാറിനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുമല്ലേ. ഇപ്പോൾ അത് കുടുംബ പ്രശ്നമായില്ലേ. ഇരട്ടത്താപ്പല്ലേ മുഖ്യമന്ത്രിക്ക്? ഏത് സമയത്ത് ഇരട്ടത്താപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ നുണറായി എന്നുള്ള പേര് വിട്ട്